ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യണേ. എന്നാൽ നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളി അങ്ങനത്തെ ഒക്കെ എടുക്കൂലേ, അതിനേക്കാളും കുറച്ച് കൂടുതൽ അളവ് കൂട്ടി ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങല്ല കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവില്ല. ഇനിയിപ്പം ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിലും ഉടച്ചെടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ടോ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോഴല്ലേ പെട്ടെന്ന് നമുക്കൊരു സിമ്പിളായിട്ട് തോന്നും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോഴേ. മറ്റേത് നമ്മൾ കൈ കൊണ്ട് ഉടച്ചുടച്ച് ഇതാക്കണ്ടേ. അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്ക് ഇതായിട്ടാണ് തോന്നിയത്. പിന്നെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അതായത് കുറച്ച് വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് ചിക്കനാണ്. അത് നമ്മൾ മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് വെറുതെ ഫ്രൈ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഞാൻ വലിയുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ അത് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനും പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ അളവൊക്കെ കൂടുതലായാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എൻ്റെ അടുത്തുള്ള പാകത്തിനുള്ളതേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ചിക്കനൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുമ്പോഴല്ലേ അതിൽ രസം ഉണ്ടാവുള്ളൂ തിന്നുമ്പോൾ. പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, പിന്നെ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇത് 3 മസാല മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പൊട്ടാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് ആ ഉള്ളിയും തക്കാളിയും എല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണെന്നറിയോ, ചില ഭാഗത്ത് നമ്മൾ പൊട്ടാറ്റോയിൽ മസാല ഒന്നും പിടിക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുകയെ. അപ്പോൾ പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഭാഗത്ത് മുളക് പൊടിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മസാലേൻ്റെ കുറവൊക്കെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ ഇതൊന്നും ഞാൻ പൊടിക്കണമൊന്നും കാണിച്ചിട്ടില്ല. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താണ് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ വേറൊരു ബൗളിലേക്ക് 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ എന്തെങ്കിലും ഒരു ഓയിൽ കയ്യിൽ തടവിയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു കോഴിമുട്ടയിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഡിപ്പ് ചെയ്തിട്ട് 2 ഭാഗവും നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എല്ലാതും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓരോരോ കട്ട്ലേറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. പിന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.